അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെടാനും നഷ്ടപ്പെടാനും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു കൊടുക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG കട്ടക്ക് നിൽക്കണം. അപ്പോൾ ഓക്കെ പോവാന്നാ, വണ്ടി കയറ് എല്ലാം ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. അതായത് ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് 3 മണിക്ക് മുമ്പ് ബൈക്കിനകത്ത് കയറണം. കാറാണെങ്കിൽ 4-5 മണിയുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ 3 മണിക്ക് മുമ്പ് നമ്മളിവിടെ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വാൽപ്പാറ ഔട്ട് എടുത്തതാണ്. അടുത്ത് ഓക്കെ, താങ്ക് യു. വെൽക്കം ടു ജുറാസിക് പാർക്ക്. ഞാൻ വിചാരിച്ച് 1:30 ഇവിടെ കയറണം, അവിടെ 4 മണിക്ക് മുമ്പ് ഔട്ട് ആവണം. അങ്ങനെയല്ല, ഇവിടെ 3 മണിക്ക് മുമ്പ് എൻട്രി എടുത്താലേ ഇരുട്ട് മുമ്പ് വാൽപ്പാറയിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ്, പണി കെട്ടും. ഇവിടെ നിന്ന് കറക്റ്റ് 55 കിലോമീറ്റർ വരെ ഫുൾ ഫോറസ്റ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, സേഫാണെന്ന് പറഞ്ഞത് അവിടുത്തെ ആ മാഡം. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോവാം. ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങുന്ന വിഷയം മാത്രമേ ഉള്ളൂ, അത് നോക്കിയാൽ മതി. നമ്മൾ ദൂരം നോക്കുമ്പോൾ തന്നെ ആന കാണണമെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ബാക്ക് അടിച്ച് വീട്ടിൽ പോകണം. കട്ടക്ക് ഇതിൽ ശ്രദ്ധിച്ചാൽ അല്ലേ, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, അതിരപ്പള്ളി വാട്ടർഫാൾസ് ഉണ്ടല്ലോ, അവിടെ വേറെ വ്യൂ പോയിന്റ് ഉണ്ട്. ഈ വെള്ളം വന്ന് വീണില്ലേ ഫാൾസ്, അവിടെ പോയി കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഹെൽത്ത് ഭയങ്കര മോശമായിരിക്കുകയാണ്, തലകറക്കവും തലവേദനയും എല്ലാം കൊണ്ട് ഞാൻ വേറൊരു മൂഡിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ വയ്യ. അതുകൊണ്ട് ഞാൻ നേരെ വാൽപ്പാറ പോകാൻ തീരുമാനിച്ച്. നമ്മൾ മെയിനായിട്ട് എൻജോയ് ചെയ്യുന്നത് ഈ ബൈക്ക് റൈഡാണ്. അതുകൊണ്ട് നമുക്ക് അത് പോയാലും വലിയ വിഷയമില്ല. എന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ലോ എന്ന് വശം മോണിക്കൊണ്ട്. എന്നാലും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഫാമിലിയായിട്ട് വരുമ്പോഴേ അത് കാണിച്ചിരാം. അതുകൊണ്ട് വേറെ വിചാരിക്കില്ലേ, വയ്യ സത്യം പറയല്ലോ. വാ സൂപ്പർ, എന്ത് രസം കാണാൻ. ഫുൾ പ്രകൃതി, വേറെ ഒന്നുമില്ല ഇവിടെ. നോ പൊല്യൂഷൻ, നോ ട്രാഫിക്, നോ പോപ്പുലേഷൻ, ഓൺലി ഫോറസ്റ്റ് ആൻഡ് ആനിമൽസ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ നടന്നു വന്നു ഫോറസ്റ്റിനകത്തോട് ധൈര്യമായിട്ട്. സമ്മതിക്കണമല്ലോ, ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാരല്ലേ, ഇവർക്കൊന്നും പേടിയൊന്നുമില്ല. ഫുൾ കാടല്ലേ, എൻ്റെ അമ്മോ മുട്ടം കാട് കേട്ടാ. വാ സൂപ്പർ ഫോളി. പെട്ടെന്ന് കാണുമ്പോൾ പൊന്മുടിയൊക്കെ ഓർമ്മ വരണം ഈ റോഡൊക്കെ കാണുമ്പോഴേ. അവിടെ ഇതുപോലെയൊക്കെയാണ് അത്, പക്ഷേ ഇത്രയും കാടില്ല അവിടെ. പക്ഷേ നോക്കി വേണം പോകേണ്ടത്, സ്പീഡ് കുറച്ച് പോയാൽ മതി. നമ്മളെ കണ്ണ് നല്ലപോലെ മാക്സിമം യൂസ് ചെയ്യണം. സ്ട്രൈറ്റ് നോക്കണം, 2 സൈഡ് നോക്കണം. ഏതെങ്കിലും ആനയോ പുലിയോ കടുവയോ വരണമെങ്കിൽ തപ്പന സ്റ്റോപ്പ് അടിച്ചേക്കണം കേട്ടല്ലോ. അണ്ണന്മാരൊക്കെ പതുക്കെ പോകണ, കുറച്ച് സ്പീഡ് കൂടുതലാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. ഒരു 40-45 അത്ര തന്നെ, അതിനപ്പുറം പോവല്ലേ. സംഭവം റോഡ് ചെറുത്, എതിരെ വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെട്ടിക്കാൻ പറ്റൂല. പോകുന്ന വഴിക്ക് എല്ലാം ആനപ്പിണ്ടം ഇവിടെ ഉണ്ട്. ഫ്രഷാണ്. 2 മണിക്കൂറിനകത്ത് വന്നിട്ട് പോയി കാണും കേട്ടോ. ശരിക്കും ആനപ്പിണ്ട് അവിടെ ആയിട്ടൊക്കെ പോണ വഴിക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഏരിയ കംപ്ലീറ്റ് ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളെ കണ്ടില്ല, ആന കണ്ടില്ല ഇതുവരായിട്ടും. കാണാതിരിക്കണം നല്ലതല്ലേ. 2-3 വീഡിയോ ഉണ്ട് ആന അറ്റാക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ. ബൈക്ക് ഇട്ടിട്ട് ഓടണം ഒരുത്തം കിടന്ന്. ബൈക്ക് വേണ്ട, ഒന്നും വേണ്ട, ജീവൻ മതി. സൂപ്പർ ലൊക്കേഷൻ അല്ലേ, നോക്ക്. വാവ്, അടിപൊളി. ഡാമാണ് അവിടെ, ഡാമായിരിക്കും മിക്കവാറും കേട്ടോ. ഇതാരും നടന്നു പറഞ്ഞ ഒരു അമ്മച്ചി, നമ്മളെല്ലാം ചെയ്യാമെന്തോ. ഇതുകൊണ്ടൊരു ആനപ്പിണ്ടം. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇത്. ആ അമ്മച്ചി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പറഞ്ഞുണ്ട്. ചെറിയ എന്തെങ്കിലും മാനസിക പ്രശ്നം കാണുമായിരിക്കും അല്ലേ. മെയിനായിട്ട് ഇതുപോലെ ഫോറസ്റ്റ് ഏരിയയിൽ വണ്ടി ഓടിക്കുമ്പോഴേ ഹോൺ അടിക്കുന്നത് കുറയ്ക്കണം. വേറെ ഒന്നുമില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും നിൽക്കും, ആനയെ നിൽക്കുള്ളൂ നിൽക്കണമെങ്കിൽ. ഹോൺ അടിക്കുമ്പോൾ ട്രിഗർ ആവും. ഒന്ന് ചാർജ് ആയി കഴിഞ്ഞാൽ പണിയാണ്. ബമ്പ് അമ്മോ, എന്തൊരു ബമ്പെണ്ണ അത്. ഫോറസ്റ്റ് കഫേ, മിൽമ ഷോപ്പിംഗ്. ഇവിടെ കടയൊക്കെ ഉണ്ടല്ലോ, അവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടോ, കുഴപ്പമില്ല. ഇവിടെയൊക്കെ സേഫാണ്, ഇവിടെ ആൾക്കാരുണ്ടല്ലോ. ഫെൻസിങ് കൊണ്ട് കേട്ടോ ഇവിടെയൊക്കെ കംപ്ലീറ്റും. ടവറുണ്ടല്ലോ, അപ്പോൾ നെറ്റ്വർക്കാണ് 4G BSNL ഉള്ള. കാട്ടിനകത്ത് BSNL ഉണ്ട്, സിറ്റിക്കകത്ത് റേഞ്ചും ഇല്ല, നെറ്റും കിട്ടൂല, കറങ്ങിക്കൊണ്ടിരിക്കും. അടിപൊളി. വാഹാ, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ കണ്ടു പോകുമ്പോൾ രസം എന്ന് പറയുമ്പോൾ. പക്ഷേ വെയിലാണ് വിഷയം. കുറച്ചൊരു തണുപ്പ് വേണമായിരുന്നു, കുറച്ച് മഞ്ഞ്, കുറച്ചൊരു ചെറിയൊരു മഴ, ഒരു ഈർപ്പത്തിന് വേണ്ടി മാത്രം. അങ്ങനെയാണെങ്കിൽ ഇത് വേറെ വൈബായിരുന്നു അല്ലേ. മാക്സിമം എങ്ങായിരിക്കുമ്പോൾ തന്നെ നമ്മൾ എനർജി മാക്സിമം യൂസ് ചെയ്യണം. കാരണം ഈ സമയത്ത് നമ്മൾ എത്ര എനർജി കൊടുത്താലും തിരിച്ച് റിക്കവറാവും, ഈസി ആയിട്ട് ബോഡി റിക്കവർ ആവും. അതുകൊണ്ട് ഈ ഒരു 45-50 വയസ്സ് വരെ മാക്സിമം അത്ര പറയാൻ പറ്റുള്ളൂ എനിക്ക്. ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യുക. അത് ഇപ്പോൾ ഇതുപോലെ അഡ്വഞ്ചർ ബൈക്ക് റൈഡ്, ട്രാവൽ, ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ കാറിൽ പോയാൽ പോലും പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കഴുത്തുവേദന, തലവേദനയുണ്ട്. ഞാൻ മുറിയിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് നല്ല ഫുഡ് കഴിച്ചാൽ എനിക്കിപ്പോൾ മാറും, പെട്ടെന്ന് റിക്കവർ ആവും ബോഡി. കാരണം യങ് ഏജാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏജ് മാക്സിമം നല്ലപോലെ യൂസ് ചെയ്യുക അല്ലേ. ഇത്രേ ഉള്ളൂ. LAPG കട്ടക്ക് നിൽക്കണം. ഇവിടെ നിന്ന് മലക്കപ്പാറ കറക്റ്റ് 32 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ എഴുതിക്കണല്ലോ, 31 കിലോമീറ്റർ. ഇപ്പോൾ നല്ലൊരു മഴക്കോളുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. നല്ല തണുപ്പ് ഫീലാണ്, നല്ല മഞ്ഞിറങ്ങി. ഇതെല്ലാം ചോദിച്ചാൽ സുധിച്ചാ കുറച്ച് മുമ്പ്. യെസ് ഇത് തന്നെ ഇരുണ്ടിരിക്കണോ. എൻ്റെ അമ്മോ, ഇതെന്തോ ഇത് ഫുൾ ഇരുട്ടാണല്ലോ അങ്ങോട്ടൊക്കെ. മണി ഇത്രയായിപ്പം, ഇപ്പോൾ കറക്റ്റ് 3:10 ആയിട്ടുള്ളൂ. പക്ഷേ 6 മണിയായി ഫീൽ കേട്ടോ എനിക്ക്. അത്രയ്ക്ക് വിളിച്ചേ ഉള്ളൂ അകത്ത്. സംഭവം ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ചെവി അടയിണ്, തണുപ്പ് കയറി കേട്ടാ. അയ്യോ കൊള്ളാലോ, പൊളി.
വണ്ടികൾ കുറവ് കേട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഒരു കാറ് മാത്രമേ പറഞ്ഞു ഒരു 10 മിനിറ്റ് ആകുമ്പോൾ. അപ്പോൾ ഈ പാറയായിരുന്നു അത്. ദൂരം കണ്ടപ്പോൾ ആനയെ പോലെ പേടിച്ചു കേട്ടാ, സത്യം പറയാലോ. പാറയത് ആനയെന്ന് അറിയാൻ പാടില്ല, എല്ലാം ഒരുപോലെ കാണാൻ. കണ്ണ് തുടിക്കുന്നു, നെഞ്ച് പൊട്ടക്കിണ്. വാവ് വാവ്, സൂപ്പർ അല്ലേ, പൊള്ളി കേട്ടാ. എന്തൊരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ, വണ്ടി പൊള്ളിയായിരിക്കണം. ഇവിടെ വേണമെങ്കിൽ വണ്ടി ഒതുക്കി റെസ്റ്റ് എടുക്കാം. നമുക്ക് വേണ്ട, വിട്ട് പറന്ന് പോകാം, സമയം കളയണ്ട. മലയാണ് അതാ പോണ്. കളറുണ്ട, ബ്രൗൺ ആയിരിക്കും. ഇത് കുട്ടി നല്ല വലുതാവും, നല്ല വളർന്നൊരു മുയൽ സൈസാവും. ഇനി ഇറക്കമാണ് കേട്ടോ ഫുൾ അങ്ങോട്ട്. 2 മല കയറി ഇവിടെ ഇറങ്ങണം. ഇറങ്ങി ആ മല കയറിയിലെ വാൽപ്പാറ. ഇനി ഇവിടുന്ന് മലക്കപ്പാറ 21 കിലോമീറ്ററാണ് കാണിക്കുന്നത്. സംഭവം ഒരു ചെറിയ വെള്ളച്ചാട്ടം. കൊള്ളാം, അങ്ങനെയുണ്ട്. എവിടെ നിന്ന് പറഞ്ഞത്? എല്ലാം മലയിൽ തന്നെ പറഞ്ഞത്. കൊള്ളാം അല്ലേ. ഇവിടെ ബോർഡ് ചെയ്യണ്ട, നോ പാർക്കിംഗ്, നോ ലിറ്ററിങ്, നോ എൻട്രി ടു വാട്ടർഫാൾ. ഇവിടെ നിൽക്കാനായി പടിയായിരിക്കണേ, ഒരു വാട്ടർഫാൾ എൻട്രി ആവാനാ. കൊള്ളാം. കുറച്ച് മുമ്പ് ഒരു കരിങ്കുരങ്ങ് ചാടിപ്പോയിട്ടാ, സൂപ്പറായിരുന്നു. ക്യാമറ ഓൺ ചെയ്യും മുമ്പ് പോയി കളഞ്ഞത്. മണിയിപ്പോൾ കാരണം 4 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് മലക്കപ്പാറ ഒരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, എത്താറായി. മലക്കപ്പാറ കഴിഞ്ഞാൽ വാൽപ്പാറ. മലക്കപ്പാറ വരെയാണ് ഫുൾ ഫോറസ്റ്റ് ഉള്ളത്. അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കുറച്ച് കടകൾ വീടൊക്കെ വരും. ലൈറ്റായിട്ടൊന്ന് വിശക്കിടുന്നെങ്കിൽ കാഴ്ച കൊള്ളാന്നുണ്ട്. വണ്ടി നിർത്തി കൊള്ളാന്നുണ്ട്. കഴുത്ത് വേണം സഹിക്കാൻ പറ്റില്ല. അമ്മോ, ഇതാര് റൈഡർമാരൊക്കെ പറഞ്ഞ് സൂപ്പറായിട്ട്. വ്ളോഗർമാരല്ലേ അല്ലേ റൈഡർമാർ സുഖമാണ്, വേറെ ഒന്നും അറിയണ്ട. വ്ളോഗർമാർക്കാണ് ഏറ്റവും പാടുള്ളത്. വ്ളോഗ് റൈഡ് 2 ചേർന്ന് ചെയ്യണം. കണ്ണിനകത്തത് വീണ് മണ്ണാൻ കാട്ടി നമുക്കെന്നേ ഓരോന്നും വീഴും. വണ്ടി ഒതുങ്ങാൻ പറ്റും എവിടെയെങ്കിലും. കണ്ണിൻ്റെ അകത്തോടെ ഡാൻസ് കളിക്കുകയാണ് എന്തോ കിടന്ന്. ഒരു മിനിറ്റ് വെയിറ്റ് എടുത്ത് കളയട്ടില്ലെന്നും. കണ്ണിൻ്റെ അകത്ത് എന്തോ വീണ് കേട്ടാ, കാണാനില്ലല്ലോ. പോയി പോവാം, ബാ. ഇതാണ് മലക്കപ്പാറ. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല, കുറേ വീടൊക്കെ വന്നു തുടങ്ങി. അടുത്ത റൈഡർമാർ. ഇവിടെ കടയൊക്കെ ഉണ്ടല്ലോ. ചായ ഉണ്ടോ? ചായ കുടിച്ചിട്ട് പോകാമായിരുന്നല്ലേ. ചായ കോഫിയൊക്കെ ഉണ്ടല്ലോ. കടിയുന്നുണ്ട്. സമൂസ ഉണ്ട്, പിന്നെ മുളകുണ്ട്. എനിക്ക് ബണ്ണുണ്ടോ? ഒരു ബണ്ണ് മതി. ഓക്കെ. അല്ല, അവിടെ പോയില്ല. അതിരപ്പള്ളി ഫാൾസിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. വെറുതെ വാൽപ്പാറയിലോട്ട് പോകും. എത്ര കിലോമീറ്റർ വാൽപ്പാറ? നാളെ പൊള്ളാച്ചി വഴിക്കാറ് എവിടെയെങ്കിലും പോണെങ്കിൽ പോകും. അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല, പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കും. ക്യാമറ ഒക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ എടുത്ത്. നമ്മുടെ ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അതിലെല്ലാം വരും നിങ്ങൾ കടയൊക്കെ. അവിടെ 50 കിലോമീറ്റർ ഒരു കടയില്ല അല്ലേ, പറഞ്ഞ വഴിക്കൊന്നും ഒരു വിഷയം കടയില്ല. പ്രത്യേകം പറഞ്ഞു അവിടെ ഒരു കട കാണൂല, എന്തെങ്കിലും ഫുഡ് കൈ വെച്ചേക്കും. പക്ഷെ പേടി തന്നെ, ഫുഡ് വെച്ചിരുന്നാൽ പോലും കുരങ്ങന്മാര് ഒന്ന് കഴിക്കാൻ ഒരു പേടി. കാറാണ് കുഴപ്പമില്ല, ബൈക്ക് ആകുമ്പോൾ നമുക്ക് ആന ശല്യം ഉണ്ടല്ലോ ഇവിടെയൊക്കെ. ഞാൻ പറഞ്ഞപ്പോ വലിയ കുഴപ്പമില്ല, ഒരു കുരങ്ങൻ പറഞ്ഞ് ചാടിപ്പോയി. വേറെ കുഴപ്പമില്ല. ബൈക്കിൽ വന്നത് നാട്ടുപോത്ത് കൊണ്ടുപോയാണ്. മോളിലൊന്ന് ചാടി വന്നത്. നമുക്ക് ഈ ബൈക്കിൽ വരുമ്പോ ശ്രദ്ധിക്കാൻ പറ്റില്ലേ, നമ്മളെ ഫ്രണ്ട് നോക്കിട്ടല്ലേ വന്നു. ഈ റൂട്ടിൽ പതുക്കെ പോയാൽ മതി. 40 കിലോമീറ്റർ മാക്സിമം സ്പീഡ്, അതേപോലെ പോയാൽ മതി. ഓക്കെ ബൈസൺ പോവാന്നാ, വേറെ വിഷയമൊന്നുമില്ലോ. ഓക്കെ ആണല്ലോ, പണി തന്നല്ലോ വാശായിട്ട്. ഓക്കെ പോവാന്നാ, സമയം വാ. മണിപ്പോൾ കറക്റ്റ് 4:30 മണിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് വാൽപ്പാറ വന്നിട്ട് 28 കിലോമീറ്റർ മേൾ ദൂരമുണ്ട്. ഓക്കെ പോവാന്നാ, വേറെ വിഷയമൊന്നുമില്ല. ഇനി വേറെ ഒരു വിഷയമില്ല. തലവേദനയൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ചായയും ബണ്ണും കഴിച്ചപ്പോൾ ഇത്തിരി ആശ്വാസമായി. ഒരു ചായ ഒരു ബണ്ണ് 20 രൂപ ആയിട്ടുണ്ട്. ഇവിടേക്ക് വില കുറവാണ് കേട്ടോ. നമ്മൾ സിറ്റിക്കകത്താണ് 12 രൂപ ചായക്ക് വാങ്ങണത്. ഇത്രയും ഹിൽ സ്റ്റേഷനിൽ ചായക്ക് 10 രൂപ വാങ്ങണം, അതിശയമായിരിക്കണം. കൊള്ളാം. അങ്ങനെ മലക്കപ്പാറ ചായയും ബണ്ണും കഴിച്ച് നല്ല വൈബിലാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ വിഷയമൊന്നുമില്ല. നേരെ പോവുക, റൂം എടുക്കുക, റെസ്റ്റ് എടുക്കുക നല്ല പോലെ. നാളെ നമുക്ക് നല്ല പോലെ വാൽപ്പാറ കറങ്ങാൻ പോകാം കേട്ടല്ലോ. ഇന്ന് റെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇനി വയ്യ, സത്യം പറയല്ലോ, വണ്ടി ഓടിക്കാൻ തന്നെ നല്ല ക്ഷീണമുണ്ട്. വാവ് സൂപ്പർ കേട്ടാ. പക്ഷെ എൻ്റെ അമ്മ ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് മാറിയപ്പോൾ ലൊക്കേഷൻ മാറിയുണ്ടോ. എന്ത് രസം കാണാൻ. ഫുൾ തേയിലത്തോട്ടം, പച്ചപ്പ്. അറേ വാ. ഇത് കടമറ്റത്ത് കത്തനാർ പോലെ കടമട്ടം അല്ലേ. അടിപൊളി ആര്യാസ്. ഇതിനപ്പുറം സുധീഷ് എന്ത് വേണം? ഇത്ര നേരം കഷ്ടപ്പെട്ടതിന് നല്ല ഫലം കിട്ടിയില്ലേ. പോലീസ് ചെക്ക് നിൽക്കുകയാണ്. വണ്ടി എത്തുക്കണോ? വാൽപ്പാറയിലോട്ട് പോകണം. 808952. വാൽപ്പാറ എത്ര കിലോമീറ്റർ ഇവിടെ നിന്ന്? 22. മാപ്പ് വർക്കാവുള്ള. താങ്ക് യു. ഈ പാസ്സല്ലേ അവിടുത്തെ മറ്റേ? ഓക്കെ ഒരു മിനിറ്റേ, ഇതാണെന്ന് തോന്നണ്. ഇതാണോ? അല്ലല്ലോ,
ഇതായിരിക്കും അപ്പോൾ ഇത് തന്നെയാണ്. ഓക്കെ ശരി. ഈ പാസ് അവിടെ കാണിക്കണം അല്ലേ, അപ്പുറത്ത്. ഓക്കെ അപ്പോൾ ഇവിടെ പോലീസ് ചെക്കിങ് ഉണ്ട്, ഫോറസ്റ്റ് ചെക്കിങ് ഉണ്ട്. 2 ചെക്ക് ചെയ്തേ പുറത്ത് വിടുള്ളൂ. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇതെന്ത് കംപ്ലീറ്റ് വാടിപ്പോയി തേയിലേക്ക്. എന്താണ് സംഭവം? വെള്ളം നിൽക്കണം, ബ്ലീച്ചിങ് പൗഡർ ഇരിക്കണ എന്ത് സംഭവം ഉണ്ട് കേട്ടാ. ഒന്നല്ലെങ്കിൽ അത് ഇല്ലതായി കാണും, അല്ലെങ്കിൽ വിളവെടുപ്പ് കഴിഞ്ഞ് കാണും അല്ലേ തേയിലയുടെ. ഈ ടീ അഗ്രികൾച്ചറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം. ഇതെങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യണത്, അതിനുശേഷം എന്ത് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ പറയണത്. നമ്മൾ പഠിച്ചത് കൈ അളവ്, പഠിക്കാത്തത് ഉലക അളവ്, ലോക അളവ്. തമിഴിൽ 15-ലാണത്. അപ്പോൾ നമ്മളെ ലൈഫ് ടൈം ഫുള്ള് ശ്രമിച്ചാൽ പോലും അത്രയും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ പറയാനുള്ള കാരണം വേറൊന്നുമില്ല. വ്ളോഗ് ആയതുകൊണ്ട് എന്തെങ്കിലും 4 കാര്യം പറയണ്ടേ, അത്ര പറഞ്ഞുള്ളൂ. ഇവിടെയൊക്കെ ഫുൾ തേയിലത്തോട്ടം. ഏകദേശം മൂന്നാർ പോലെയൊക്കെ കേട്ടാ. മൂന്നാർ തന്നെ പോലെയല്ല. ഇവിടെ നിന്ന് വാൽപ്പാറ 22 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. 22 കിലോമീറ്റർ ആകുമ്പോൾ ഒരു 44 കിലോമീറ്റർ പോകണ ദൂരം വരും. കാരണം ഹിൽ സ്റ്റേഷനാണ്. സ്ട്രൈറ്റ് റോഡാണെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് എത്താൻ പറ്റും. ഹിൽ സ്റ്റേഷൻ ആകുമ്പോൾ നമ്മൾ 22 44 ആക്കണം. അപ്പോൾ അത്രയും സമയം എടുക്കും എന്തായാലും. ഇവിടെ കോവിൽ പണിയും പുതിയതായിട്ട്. നല്ല കാഴ്ചകളല്ലേ, ഇതൊക്കെ രസമാണ് കാണാൻ അല്ലേ. ഇവിടുത്തെ ആൾക്കാർ ജോലി ചെയ്യണതും ഇവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ കണ്ടു പോണത്. ഇത് മലക്കപ്പാറയാണല്ലേ ഈ ലൊക്കേഷൻ. ഇവിടെ നിന്ന് നേരെ പോണത് മുഡീസ്. റൈറ്റ് പോയ മുഡീസ്, നേരെ പോയ വാൽപ്പാറ. ശരിക്കും തേയിലത്തോട്ടം, കുറച്ച് വീടുകളും കടകളും, ചെറിയ ടൗൺ പോലെ. നന്നായി കേട്ടോ. ഇവിടെ ആയിരിക്കും വാൽപ്പാറയ്ക്ക് മറ്റേ ഈ പാസ് കാണിക്കേണ്ട സ്ഥലം. നമ്മളതിലുണ്ടല്ലോ, വേറെ വിഷയമൊന്നുമില്ല അല്ലേ. എവിടെ കാണിക്കേണ്ടത്? വെൽക്കം ടു തമിഴ്നാട്. എടുത്തിട്ട് ലാംഗ്വേജ് എടുത്തിട്ടേ, വർബ് എടുത്തിട്ടേ കാണിക്കണമാ. ഒരു നിമിഷം സ്ക്രീൻഷോട്ട് എടുക്കാട്ടെ. ഈ പാസ് ഇവിടെ വന്ന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എടുക്കാനാണെങ്കിൽ ഓൺലൈൻ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നടത്താൽ മതി. വീക്കെൻഡ് ആകുമ്പോൾ തിരക്ക് കൂടുതലായിരിക്കും, ആ സമയത്ത് ലിമിറ്റഡ് ആയിരിക്കും. എല്ലാവർക്കും പെട്ടെന്ന് കയറി പോകാൻ പോലില്ല. സുധീഷ് പേര്. ഓക്കെ വണ്ടി ഞാൻ പറ പിടിച്ചിട്ടാ அப்படியா? ഓക്കെ ശരിയാ, ശരി. നേരെ എപ്പടി പോണാ പോലെ കീഴാണ്. ശരി ഓക്കെ, താങ്ക് യു. ശരി ഓക്കെ, അപ്പോൾ പോകുന്ന വേറെ വിഷയമൊന്നുമില്ല. എന്താ എല്ലാ കാര്യം സിമ്പിളാണ്. നമ്മൾ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്താൽ ഈസി ആയിരിക്കും. അല്ലാതെ പേടിച്ച് അയ്യോ ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതൊക്കെ നടക്കുമോ ഇല്ലേ, ഇതൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിൽക്കേണ്ട തന്നെ. അതുകൊണ്ട് ഈ പാസ് എല്ലാവരും എടുത്തിട്ടാണ് വരേണ്ടത്. ഓൺലൈൻ വഴി എടുക്കാൻ എളുപ്പമാണ്. ഞാൻ വെബ്സൈറ്റിൽ ലിങ്ക് അവിടെ അയച്ചു തന്നേക്കാം. അതിൽ കയറി നിങ്ങളുടെ പേര്, അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിട്ട്, വണ്ടിയുടെ നമ്പർ, പെട്രോളോ ഡീസലോ ചോദിക്കുക, അതെല്ലാം കൊടുത്തിട്ട് വാൽപ്പാറയിൽ പോകുന്ന ഡേറ്റ് കൊടുക്കണം. പിന്നെ വന്നിട്ട് എന്ത് കൊടുക്കണം? അത്ര തന്നെ, വേറെ ഒന്നും കൊടുക്കാനില്ല. പിന്നെ വാൽപ്പാറയിൽ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അങ്ങനെ എല്ലാം എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ വീടോ റിലേറ്റീവ്സിൻ്റെ വീടോ ഉണ്ടെന്ന് കൊടുത്താൽ മാത്രം മതി, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഹിൽ സ്റ്റേഷൻ പോയ ലിസ്റ്റിൽ വന്നിട്ട് കൊടൈക്കനാൽ, ഊട്ടി, മൂന്നാർ, വാഗമൻ, പൊന്മുടി 5 പോയിട്ടുണ്ടല്ലോ നമ്മൾ കറക്റ്റായിട്ട്. ഇത് 6ാമത്തേതാണ് വാൽപ്പാറ. സോലയാർ ഡാം. വാ സൂപ്പർ. ഇതിന് എൻട്രി എവിടെയാണ് സോലയാർ ഡാമിൻ്റെ? അവിടെ ആയിരിക്കും തോന്നുന്നു കേട്ടോ. ആ സമയം കൊണ്ട് കയറിയിട്ട് പോയായിരുന്നു. എന്ത് പറയുന്നു, വെള്ളം കുറവല്ലേ, പതുക്കെ വീടുന്നു. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇതുപോലെ സ്ഥലം ഉണ്ടെങ്കിലേ ഒന്ന് വണ്ടി നിർത്തി 1/2 മണിക്കൂർ ചുമ്മാ നിൽക്കണം. നല്ല രസമാണ് സത്യം പറഞ്ഞാൽ ആ ഫീല്. ഇപ്പോൾ നേരത്തെ വാൽപ്പാറ എന്ത് ചെയ്യാൻ പോണ്, കിടന്ന് ഉറങ്ങാലേ പോണത്. ഇതൊക്കെ ഒന്ന് കണ്ട് രസിച്ച് ആസ്വദിച്ച് പയ്യെ പോയാൽ മതി, ഒരു വിഷയമൊന്നുമില്ല. നമ്മളെ ലോകം പറഞ്ഞില്ല, ഈ 4-5 ദിവസം നമുക്കുള്ളതാണ്. അതുകൊണ്ട് ഇന്ന സ്ഥലം തന്നെ പോകണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ശരിയാണ്. മേലെ ആരാൻ പറ്റി அப்படியா? ഇപ്പോൾ മോളോട്ട് എൻട്രി ഇല്ലെന്നാണ് പറയണത്. അവിടെ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പോവാ. ഞാൻ 1/2 മണിക്കൂർ മോളായി. ഇവിടെ നിന്ന് ഞാൻ സമയം പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് പോവാൻ മനസ്സില്ല കേട്ടോ. ഇതുപോലെ ലൊക്കേഷൻ കാണുമ്പോഴേ ഇവിടെ നിന്ന് പറയാതെ. അപ്പോൾ ഓക്കെ പോവാന്നാ. അപ്പോൾ ഒരു വേറെ വിഷയമൊന്നുമില്ല. വിഷയം മാത്രമേ ഉള്ളൂ, നമ്മളെ ഗോപ്രോ ക്യാമറ പിന്നെയും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗോപ്രോയിൽ ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല. സത്യം പറയൽ ഭയങ്കര വിഷമായിപ്പോയി. സത്യം പറഞ്ഞാൽ എഡിറ്റിംഗ് ആണ് മനസ്സിലായത് ഓഡിയോ കംപ്ലൈൻ്റ് ആയ കാര്യം. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് പൈസയും ചിലവാക്കി ഇത്ര ദൂരം കഷ്ടപ്പെട്ട് വന്നതിന് കിട്ടിയ ഫലം കണ്ട. അപ്പോൾ ഇനി അങ്ങോട്ട് ഓഡിയോ ഇല്ലാത്ത വീഡിയോസിനൊക്കെ വോയിസ് ഓവർ ചെയ്യാൻ പോയാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടല്ലോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത പോകേണ്ട ലൊക്കേഷൻ വാൽപ്പാറയാണ്. ഇവിടെ കറക്റ്റ് 20 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 5:30 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് സത്യം പറഞ്ഞാൽ ഒவ்வொரு കാര്യവും സർപ്രൈസ് ആണ്. കാര്യം ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ പറ്റി വലിയ സ്റ്റഡി ചെയ്യാൻ പോയില്ല, ബ്ലോഗും കാണാനും പോയില്ല. ജസ്റ്റ് ഒന്ന് ഒരു മാപ്പ് നോക്കിയായിരുന്നു എങ്ങനെ പോകണ റൂട്ടും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ പോകുന്ന വഴികൾ ഓരോ കാഴ്ച കാണുമ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. സത്യം പറഞ്ഞ് എവിടെയാണ് ഫോറസ്റ്റ്, എവിടെയാണ് ഡാം, എവിടെയാണ് വാൽപ്പാറ ഒരു പിടിയില്ല. മാപ്പ് നോക്കി ഫോളോ അപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലം എത്തുമ്പോഴും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സർപ്രൈസ് ഫീൽ ആയിരിക്കണം. അങ്ങനെ സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞു തരുന്നില്ല. അടുത്ത സർപ്രൈസ് കിട്ടിയായിരുന്നു. അതാണ് നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ ടോപ്പ് ആംഗിൾ. സംഭവം ഡാമിൻ്റെ താഴെ നോക്കിയപ്പോൾ മുകളിൽ കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്കാണ് നമുക്ക് മുകളിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് കയറി നോക്കാം, കമോൺ. സംഭവം ഡാം ക്ലോസ്ഡ് ആണ്, ഗേറ്റ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. സൈഡിൽ കൂടെ ചെറിയ ഗേറ്റ് ഓപ്പൺ ആണ്. അതുവഴി കയറി നോക്കി നമുക്ക് അകത്ത് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലെയർ ഗേറ്റ്. ഈ ഗേറ്റിൻ്റെ അപ്പുറത്താണ് ഷട്ടർ വരുന്നത്, നടുഭാഗമായിട്ട്. അവിടെയാണ് വെള്ളം വന്ന് വീണത്. പക്ഷെ നമുക്ക് നോക്കാൻ പറ്റില്ല, അങ്ങോട്ട് അലൗഡില്ല. അതുമല്ല അവിടെ ബോർഡിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, പൊതുമക്കൾ യാരും ഉള്ളേ സെല്ലക്കൂടാതെ, മീറിയാൽ ദണ്ഡിക്കപ്പെടുവീர்கள்.
ഓക്കെ, നമുക്ക് പുറപ്പെടാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. മണി ഇപ്പോൾ 6 മണി കഴിച്ചുകൊണ്ട് ഇപ്പോഴേ പോലെ കറക്റ്റ് റൂം വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷോളയാർ ഡാമിന്റെ ഹിസ്റ്ററി പറയണമെന്നുണ്ടെങ്കിൽ 1965 ഡാം കെട്ടിയത്. ഈ ഡാമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മലക്കപ്പാറയിൽ ഒഴുകുന്ന ചാലക്കുടി നദിയിൽ കുറുകയാണ്. ഈ ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി 2663 അടിയാണ്. പിന്നെ ഈ ഡാമിന്റെ ഹൈറ്റ് വന്നിട്ട് 66 മീറ്റർ ആണ്. ചാലക്കുടി സിറ്റിയിൽ നിന്നും കറക്റ്റ് 65 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഡാമുമായിട്ട്. അപ്പോൾ ഇതുപോലെ കുറേ ചരിത്രമുണ്ട് ഡാമിനെ പറ്റി പറയാനായിട്ട്. ഞാൻ കുറേ പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും ചിലപ്പം, അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് നിർത്തിയാണ്. സംഭവം പോകുന്ന വഴിക്ക് ഫുള്ള് ടീ എസ്റ്റേറ്റ് ആണ്. നല്ല നല്ല കാഴ്ചകൾ കണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എവിടെ നോക്കിയാലും വണ്ടി നിർത്തി 2 ഫോട്ടോ എടുക്കാൻ തോന്നിക്കൊണ്ടിരിക്കുക. അത്ര കിട്ടുന്ന സ്ഥലമാണ് പോകുന്ന വഴിക്കെല്ലാം. ഓക്കെ, നമ്മൾ ആൾമോസ്റ്റ് വാൽപ്പാറ എത്താറായിട്ടുണ്ട്. ഇവിടെ 5-6 കിലോമീറ്റർ ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ ക്ലിയർ ആയിട്ട് ബോർഡ് എഴുതിയിട്ടുണ്ട് എങ്ങോട്ട് പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ബോർഡ് നോക്കിയപ്പോൾ അല്ലെങ്കിൽ മാപ്പ് നോക്കിയപ്പോൾ ഓക്കെ, നമ്മൾ വാൽപ്പാറ ടൗൺ എത്തിയിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 6:45 ആവാറായി. ഇപ്പോൾ നമ്മൾ അടുത്ത ചെയ്യേണ്ട റൂം ബുക്ക് ചെയ്യണം. അപ്പോൾ ഏത് നല്ല ഹോട്ടൽ കൊള്ളാന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും റൂംസ് അവൈലബിൾ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ കയറി നോക്കുമ്പോൾ അറിയുന്ന റൂമിന്റെ കാര്യം എന്താണെന്നുള്ളത്. അതുകൊണ്ട് കയറി അലയാൻ വയ്യ. അങ്ങനെ റൂംസ് അവൈലബിൾ എന്ന് കുറേ ബോർഡ് കണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ബോർഡ് എന്ന് പറഞ്ഞാൽ സരവണ ഗ്രാൻഡ് ഹോട്ടലിന്റെ ആണ്. അപ്പോൾ അവിടെ കയറി നോക്കാം. നമ്മളതിൽ റിസപ്ഷനിൽ ഫുള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ റൂമിന്റെ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു, വിലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഓക്കെ ആണ്. അപ്പോൾ റൂം കണ്ടതിന് ശേഷം നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, സംഭവം ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റൂം കാണിക്കാൻ ഒരാൾ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ടത് 3rd ഫ്ലോറിലാണ്. അവിടെയാണ് നമുക്ക് റൂം ഉള്ളത്. സത്യം പറഞ്ഞാൽ ഓരോ പ്രാവശ്യം റൂം കാണാൻ പോകുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ നല്ലൊരു റൂം കിട്ടണം എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയതും കുറച്ച് മോശമായ റൂമാണ്. അപ്പോൾ നമ്മൾ മുറി എടുത്തിട്ടുണ്ട് ഈ ഹോട്ടലിൽ തന്നെ. ആദ്യം നോക്കിയ മുറി ഇത്ര പോരാ, ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോയാലും എനിക്ക് ലാസ്റ്റ് മുറി കാണിച്ചു തരണം. സിംഗിൾ ആയതുകൊണ്ട് ഇത് കൊള്ളാം, വലിയ കുഴപ്പമില്ല. അതേ സെയിം തന്നെ, പക്ഷെ അവിടെ കുറച്ച് പൂപ്പടിച്ച് ഒരുമാതിരി സ്മെല്ലും ആരും ഉപയോഗിക്കാത്ത മുറിയായിരിക്കുന്നത്. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വേറെ മുറിയാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല വെളിച്ചവും ഉണ്ട്. നമുക്ക് ഈ ബെഡ് കാണുമ്പോൾ കയറുന്ന ഉറങ്ങാൻ തോന്നണം. അങ്ങനത്തെ വൈബ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുറി എടുക്കുകയുള്ളൂ. എല്ലായിടത്തും ഡബിൾ മുറി മാത്രമേ ഉള്ളൂ, സിംഗിൾ ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മളെ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ആപ്പട പണിയാണ്. അപ്പോൾ ഇത് ഡബിൾ ബെഡ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കബോർഡ്, പിന്നെ ഇവിടെ മേശയുണ്ട്, ഇവിടെ TV ഉണ്ട്. ആദ്യം കാണിച്ച മുറിയിൽ TV ഒന്നുമില്ല, ഇവിടെ TV ഉണ്ട്. 2 കസാര ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണാടി, പിന്നെ ഇവിടെ ഷെൽഫ് പോലെ സംഭവമുണ്ട്. ബാത്റൂം കൊള്ളാം, നല്ല വൃത്തിയുണ്ട് കേട്ടോ, വലിയ കുഴപ്പമില്ല. ഹീറ്ററൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റൂമിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1200 ആണ്. 2 പേരാണെന്നുണ്ടെങ്കിൽ. ഞാൻ ഒരാളായതുകൊണ്ട് എനിക്ക് 1000 പറഞ്ഞ് 1000 പേ ചെയ്ത് ഡിസ്കൗണ്ട് ചോദിച്ച് തരുമെന്ന് പറഞ്ഞ് ഇതേ ഉള്ളൂ. പിന്നെ ഒരു മെയിൻ പ്ലസ് എന്ന് പറഞ്ഞത് സീസൺ സമയത്ത് വന്നാലും അല്ലെങ്കിലും ഈ ഹോട്ടലിലെ റൂം ചാർജ് ഒക്കെ സെയിം ആണ്, കൂട്ടുകയില്ല കുറയ്ക്കുകയില്ല. പിന്നെ നോക്കിയപ്പോൾ ഇനി വേറെ കുറെ അന്വേഷിച്ചപ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും 700-800 ചിലപ്പോൾ ആ മുറി നമുക്ക് പിടിച്ചു വരില്ല, ചിലപ്പോൾ വൃത്തി കാണൂല. ഇന്നത്തെ വൃത്തി കൊണ്ട് നമ്മുടെ ബെഡൊക്കെ അടിപൊളിയായിരിക്കും. ഇപ്പൊ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡിന്റെ ആൾ വന്നായിരുന്നു കുറച്ച് മുമ്പ്, ചെഫ് അന്ന് പറഞ്ഞ് നല്ല ഫുഡാണ് ബ്രോ, വേറെ വിഷമിക്കാതെ ഒന്നുമില്ല, നീ ഒന്ന് ചാപ്പിട്ട് പാറുങ്ങെന്ന് പറഞ്ഞു. പിന്നെ ഓക്കെ, ഇവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കിയല്ലേ ഈ ഹോട്ടലിൽ തന്നെ. 2nd ഫ്ലോറിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് റെഡി ആയെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ഒരു ബുൾസൈ, അത്രല്ല വേറെ ഒന്നുമില്ല. അപ്പൊ ഇതാണ് ശിവ செஃப். ஒரு பெரிய ஆள் என்ன, மலேசியா சிங்கப்பூர்லாம் சமைச்சிட்டு அங்கேருந்து இங்கே ஷிஃப்ட் ஆன ஆளுண்ணே. சொல்லுங்க ப்ரோ. சூப்பர் செஃப் ആണ് என்ன. ஆமாம், சாப்பிட்டு பார்த்து சொல்கிறேன் டேஸ்ட் எப்படின்னு. ഓക്കെ, കഴിക്കാം. നല്ല വിശപ്പുണ്ടാവും. ചോറ് കണ്ടപ്പോൾ പ്രത്യേക കൊതി കേട്ടാ. സത്യം പറഞ്ഞാൽ ചോറ് നമ്മൾ ചില സമയത്ത് വെറുക്കും, ചോറ് വേണ്ടെന്ന്. കാരണം ഉറക്കം പറഞ്ഞോണ്ടേ ചോറ് കഴിക്കാതിരിക്കുമ്പോഴാണ് അറിയേണ്ടത് ചോറിന്റെ വാല്യൂ കാണുന്നത്. ഓരോ റെസ്റ്റോറൻറ്റിൽ ഓരോ ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസ് ഇവിടെ വേറെ ടേസ്റ്റ് കൊള്ളാം. അപ്പോൾ ഈ ഫ്രൈഡ് റൈസും ബുൾസയും കഴിച്ചിട്ട് വരാം, കഴിക്കണം സമാധാനമായിട്ടോ. ഓക്കെ, എൻ്റെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നല്ല ഫുഡായാലും കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ഒരു കോഫി കുടിച്ച് നല്ല കോഫി, ഫുഡ് കോഫി സൂപ്പർ. ഇന്നലെ കഴിച്ച ഫുഡിനേക്കാളും ഇന്ന് എത്രയോ കൊള്ളാം സത്യം പറയാനോ. ഇന്നലെ കഴിച്ചതും വായി വെക്കാൻ കൊള്ളില്ല. അപ്പോൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ 8 to 10 ആണ്. അതിനിടയ്ക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റൈഡ് ഇവിടെ എൻഡ് ആകാൻ പോവുകയാണ്. ഇനി കാണിക്കാനൊന്നുമില്ല, രാത്രിയായി. എവിടെ പോകാനില്ലേ, നാളെ രാവിലെ പോകാം. വാൽപ്പാറ മൊത്തം കറങ്ങാം, എവിടെയൊക്കെ സൈഡ് സീനുണ്ടോ അവിടെ എല്ലാം പോകാം. ഓക്കെ, അപ്പോൾ രാത്രിയിലേക്ക് 2 കപ്പലണ്ടി മുട്ടായി ആയിട്ടുണ്ട്. കപ്പലണ്ടി മുട്ടായി, പിന്നെ 4 പാളയും കൂടെ പഴം. എന്തെന്നറിയാമോ, വേറൊന്നുമില്ല, എഡിറ്റിംഗ് സമയത്ത് നമുക്ക് വിശക്കും. എന്തായാലും നമ്മൾ എഡിറ്റിംഗ് തീരുമ്പോൾ 1 മണി 2 മണി അടുപ്പിച്ചാവും ചിലപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഫുഡ് നമ്മൾ കാണില്ല, ഇതൊക്കെ കഴിച്ചനുസരിച്ച് പോകാം തന്നെ. അപ്പോൾ എൻ്റെ മുമ്പായിട്ട് ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട്, പറഞ്ഞു വെക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. നല്ല പാക്കേജിൽ നല്ല അഫോർഡബിൾ റേറ്റിൽ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ബെനിഫിറ്റോടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന മൊബൈൽ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ കാര്യവും സൂപ്പറായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്ലാൻ വേണമെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ,
പിന്നെ ഒരു കാര്യം കൂടി, സൂപ്പർ താങ്ക്സ് അയക്കാൻ ആർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ദയവ് ചെയ്ത് അയക്കല് ഈ കാണുന്ന QR കോഡ് ഉണ്ടല്ലോ, സ്കാൻ ചെയ്ത് അയച്ചാൽ മതി. ഇതാകുമ്പോൾ എനിക്ക് ഫുൾ പൈസ എൻ്റെ കയ്യിൽ കിട്ടും. പൈസ കെട്ടിക്കഴിഞ്ഞാൽ ഇനി കുറെ റൈഡ് പോകും, അത്ര തന്നെ. മറ്റേതാകുമ്പോൾ അവന്മാർ പാതി പൈസ എടുത്ത് പാതി തരുള്ളൂ, അത് അടുത്ത മാസം തരുള്ളൂ. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്. വേറെ ഒന്നുമില്ല, ഇത് ഒരാൾ മെയിൻ കാരണം എന്ന് പറയാമോ, കഴിഞ്ഞ മാസം തോന്നുന്നു സൂപ്പർ താങ്ക്സ് അയച്ചു ഒരാൾ 10,000 വെച്ച് 10,000 രൂപ അയച്ചു. 10,000 രൂപയിൽ 5,500 അവർ പിടിച്ച്, ബാക്കിയാണ് എനിക്ക് കിട്ടിയത്. ആലോചിച്ച് നോക്ക്, കഷ്ടപ്പെട്ടത് ഞാൻ, അവൻ ഈസി ആയിട്ട് കൊണ്ടുപോയി പാതി പൈസ. കുഴപ്പമില്ല, പോട്ടെ. ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾ അയക്കണ പൈസ എനിക്ക് വേണ്ടി അയക്കണത്. അപ്പോൾ അവർ കൊണ്ടുപോകുമ്പോൾ എനിക്കത് വിഷമായിരിക്കണം, നിങ്ങൾ ആ പൈസ കണ്ടവൻ കൊണ്ടുപോകണമല്ലോ എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞ റൈഡ് പോകാത്ത മെയിൻ കാരണം ഫണ്ടിൻ്റെ ഇല്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ഫണ്ട് കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സപ്പോർട്ടിങ് ആയിരിക്കും, ഞാൻ റൈഡ് കുറേ പോകും. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഞാൻ ഫണ്ട് അയക്കാൻ വേണ്ടി പറഞ്ഞല്ല, സൂപ്പർ താങ്ക്സ് അയക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അയക്കേണ്ടത് ഇതിൽ അയക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LPG കട്ടൊക്കെ നിൽക്കണം.